IPL അതിനിർണായകമായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ 5 വിക്കറ്റിന് തകർത്തുകൊണ്ട് അവസാന 5-ൽ സ്ഥാനം പിടിച്ചു. ഇതോടെ പോയിന്റ് ടേബിളിൽ 5-ാം സ്ഥാനത്തുള്ള CSKയ്ക്ക് അവസാന 4-ൽ എത്തുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ മത്സരത്തിലെ ഹീറോ 13 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ഉർവിൽ പട്ടേൽ എന്ന ഗുജറാത്തുകാരനാണ്. ഇതോടെ ഉർവിൽ പട്ടേൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ഏറ്റവും കുറഞ്ഞ ബോളുകളിൽ അർദ്ധശതകം പിന്നിടുന്ന താരമായി മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ജയ്സ്വാൾ 13 പന്തിൽ അർദ്ധ സെഞ്ചുറി IPL കുറിച്ചിട്ടുണ്ട്. ഉർവിൽ പട്ടേലിന്റെ ഇന്നിംഗ്സിൽ 8 പടുകൂറ്റൻ സിക്സറുകളും 2 ബൗണ്ടറികളും ഉൾപ്പെടുന്നു. ഇന്നലെ ആവേശ് ഖാൻ എറിഞ്ഞ ഓവറിൽ അവസാനത്തെ 3 ബോളുകളിൽ 3 പടുകൂറ്റൻ സിക്സറുകൾ പറത്തിയ ഉർവിൽ പട്ടേൽ തൊട്ട് അടുത്ത ദിഗ്വേശ് രാപ്തി ഓവറിൽ ആദ്യ 2 ബോളുകളിൽ 2 സിക്സറും 3-ാമത്തെ ബോളിൽ 4ഉം 4-ാമത്തെ ബോളിൽ വീണ്ടും സിക്സറും പറത്തി തുടർച്ചയായ 7 ബോളുകളിൽ ആകെ 6 സിക്സറുകളും 1 ബൗണ്ടറിയും നേടിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു സിക്സർ മഴയായിരുന്നു ഇന്നലെ ഉർവിൽ പട്ടേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഉർവിലിന്റെ പ്രകടനം അക്ഷരാർത്ഥത്തിൽ ഗ്യാലറികളെ ഇളക്കിമറിച്ചു. ഇന്നലത്തെ പ്രകടനത്തോടെ താനും ഒരു മിന്നും താരമാണെന്ന് തെളിയിച്ച ഉർവിൽ പട്ടേൽ ഇതിനു മുമ്പ് ആഭ്യന്തര ക്രിക്കറ്റിൽ 28 ബോളിൽ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ്. ഇന്നലെ ചെന്നൈക്ക് വേണ്ടി ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ മിന്നുന്ന തുടക്കമാണ് സഞ്ജുവും ഋതുരാജ് ഗേക്വാദും ചേർന്ന് നൽകിയത്. ഇവർ നൽകിയ നല്ല തുടക്കത്തിൽ നിന്ന് ചുവട് പിടിച്ചാണ് ഉർവിൽ പട്ടേൽ ഇന്നലെ തകർത്താടിയത്. ഉർവിൽ ക്രീസിലുണ്ടായിരുന്നപ്പോൾ 16-17 ഓവറുകളിൽ കളി തീരുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ഉർവിലും ഋതുരാജ് ഗേക്വാദും പുറത്തായതോടെ കളി അല്പം മന്ദഗതിയിലാവുകയും 20-ാമത്തെ ഓവറിൽ 2 ബോളുകൾ എറിഞ്ഞതിന് ശേഷം മാത്രമാണ് റിസൾട്ടിലോട്ട് എത്തിയത്. 20-ാമത്തെ ഓവറിൽ 2 പടുകൂറ്റൻ സിക്സുകൾ തൂക്കി ശിവം ദുബെയാണ് CSKയുടെ വിജയം പൂർത്തിയാക്കിയത്.